അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ യൂൻസ് പഠിക്കലാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ SIR സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ, ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വിഷയം, നമ്മളെ വീടുകളിൽ മിക്ക വീടുകളിലും സ്ത്രീകൾ ഒറ്റയ്ക്കായിരിക്കും. എന്താ വെച്ചാൽ നമ്മളൊക്കെ പുറത്ത് പോയിട്ട് ജോലിക്ക് പോകണമല്ലാവും, കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവും. അപ്പോഴാവും നമ്മളെ ഈ BLO ഓഫീസർമാർ നമ്മളെ വീട്ടിലേക്ക് വരിക. അത് എപ്പം വരും എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അഥവാ നമ്മളെ വീടും പൂട്ടി എങ്ങോട്ട് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മരണം ഉണ്ടായ അവിടേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് ബാധിക്കുന്ന എന്തെങ്കിലും വിഷയമായിട്ട് നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോഴാവും ഇവർ വരിക. ഇവരെന്ത് ചെയ്യും? ഇന്ന വീട്ടിൽ ആളില്ല, റിപ്പോർട്ട് കൊടുത്തു. ഒരു സംഗതി നടത്തുമ്പോൾ അതിനുള്ള സിസ്റ്റങ്ങൾ ആദ്യം തയ്യാറാക്കണം. എന്താ വെച്ചാൽ ഒരു മാസം കൊണ്ട്, ഇനിയിപ്പോൾ 10-27 ദിവസമേ ഉള്ളൂ. ഈ 10-27 ദിവസം കൊണ്ട് നമ്മളിത് എല്ലാ വീടുകളിലും ഈ ഓഫീസർമാർ വന്ന് കയറി ഇറങ്ങി ഇതൊക്കെ സമർപ്പിക്കണം. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് മുമ്പിലേക്കൊന്നും അറിയില്ലല്ലോ. നേർക്ക് സാധാരണ ഇവിടെ എന്താ ചെയ്യല്? റേഷൻ കാർഡിൻ്റെ ഒരു അപേക്ഷ എടുക്കുകയാണെങ്കിൽ ഒന്നായിട്ട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ കുറച്ച് മുന്നേ വരെ ഒക്കെ അങ്ങനെ തന്നെ, ഇപ്പോൾ ഓൺലൈനിലായതാണ്. അപ്പോൾ ഇതിന് ഒരു ടൈം കൊടുക്കണം. അതേമാതിരി ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ ഓരോ ദിവസം അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളെ അഭിപ്രായം ഉണ്ടെങ്കിൽ, ഇതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക. ഇത് നമ്മളെ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ച് പൂരിപ്പിച്ചോളൂ. എൻ്റെ ഒന്നെവിടെയും പേച്ച് കഴിഞ്ഞാൽ നമ്മളെ ഔട്ടാവും. നമുക്ക് ചിലപ്പോൾ ഇന്ത്യൻ പൗരത്വം ഉണ്ടാവില്ല, വോട്ടും ഉണ്ടാവില്ല. അത് മനസ്സിലായിക്കോളി ആദ്യം.